ഇതൊരു ധാവണി സെറ്റാണ്. ഇത് പ്രിൻസസ് കട്ടിലാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വണ്ണം എടുക്കുകയാണ്. വണ്ണം വന്നിട്ടുള്ളത് 17 ഇഞ്ചാണ് വണ്ണം വന്നിട്ടുള്ളത്. മേലെ നിന്ന് താഴത്തുള്ള ഇറക്കം 15 നമുക്ക് കിട്ടിയിട്ടുള്ളത്. തുണിയിൽ മടക്കി വയ്ക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം തുണിയിൽ മടക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഫ്രണ്ട് പീസിൽ വേണം 1 ഇഞ്ച് കൂടുതൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അരവണ്ണം കിട്ടിയിട്ടുള്ളത് 14 ഇഞ്ചാണ്. കൈക്കുഴീൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് 4 ഇഞ്ചും ഷോൾഡർ വന്നിട്ടുള്ളത് 11 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. കഴുത്തിൻ്റെ വട്ടം നമുക്ക് വന്നിട്ടുള്ളത് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. കഴുത്തിൻ്റെ വട്ടം തുണിയിൽ കട്ട് ചെയ്യാം. തുണി 2ആയി മടക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ തുണിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈനിങ് തുണിയും നല്ല ക്ലോത്തും ഒരേപോലെ കരഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രൂപത്തിൽ വേണം നമ്മൾ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വണ്ണം നേരത്തെ എടുത്തതിൻ്റെ പകുതി വണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് തുണിയിൽ വണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴത്തെ വണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെ പോലെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം താഴത്തെ വണ്ണം തുണിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ബാക്ക് ഇറക്കത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ തുണി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 11 ഇഞ്ചാണ്. 11ൻ്റെ പകുതി 5.5 വേണം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈയിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. കൈ സ്ലീവ്ലെസ് ആയത് കാരണം കൊണ്ട് അവർ ഫുള്ളായിട്ട് കവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. വല്ലാണ്ട് കാണുന്നത് ഇഷ്ടമല്ല എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയാണത് അളവെടുത്തിട്ടുള്ളത്. സെൻറ്റർ ഡോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 3.25 താഴെയും 3.5 അതിൻ്റെ കുറച്ച് ഒരു 4 ഇഞ്ച് മുകളിലേക്കാണ് നമ്മൾ എടുത്തിട്ട് കർവ് രൂപത്തിൽ വരച്ചിട്ടുള്ളത്. കഴുത്തിൻ്റെ വട്ടം വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ്. ഫ്രണ്ട് സ്ക്വയറാണ്, ബാക്ക് വട്ടക്കഴുത്താണ്. അവർക്ക് ബാക്കിൽ കയറ് വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി കട്ട് ചെയ്യാം. ഫ്രണ്ടത്തെ വണ്ണം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും വ്യത്യാസം വരും. അതുകൊണ്ട് കൂട്ടിയിട്ട് വേണം നമുക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് ഫ്രണ്ടത്തെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്കത്തെ പീസിൻ്റെ കൂടെ നല്ല തുണിയുടെ കൂടെ ലൈനിങ് തുണിയും കൂടി വെച്ചതിന് ശേഷം നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തെങ്കിൽ നമുക്ക് തുണി മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചുളിവില്ലാത്ത രൂപത്തിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഫ്രണ്ടിലായാലും സ്ക്വയർ നെക്കാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്വയർ നെക്ക് അടിച്ചതിൻ്റെ ശേഷം നമ്മൾ പ്രിൻസസിനുള്ള കട്ടിങ് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നതിൻ്റെ ശേഷം കയ്യിലും കഴുത്തിലും പൈപ്പിങ് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് ലേസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കയ്യിന് 1/2 ഇഞ്ച് പീസ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷമാണ് പൈപ്പിങ് കൊടുത്തിട്ടുള്ളത്. ഇനി പാവാട നമുക്ക് കട്ട് ചെയ്യാം. പാവാടയ്ക്കുള്ള തുണി നിവർത്തി വെച്ചതിൻ്റെ ശേഷം കോണുള്ള ഭാഗം മറ്റേ കോണിലേക്ക് ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ വേണം നമുക്ക് ത്രികോണ രൂപത്തിൽ വേണം നമുക്ക് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. തുണി കറക്റ്റായിട്ട് മടക്കി വെച്ചതിൻ്റെ ശേഷം ആ മൂല വരുന്ന ഭാഗത്ത് നമ്മൾ ടാപ്പ് വെക്കണം. ടാപ്പ് വെച്ചിട്ട് നമ്മുടെ പാവാട അരവണ്ണം എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ത്രികോണം വരുന്ന ആ മൂലഭാഗത്ത് ടാപ്പ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ആ ടാപ്പ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് റൗണ്ടിൽ ഇങ്ങനെ ചരിച്ച് 8 ആണെന്നുണ്ടെങ്കിൽ ആ 8 ഇഞ്ച് മുകളിലേക്കും പിന്നെ അതിൻ്റെ താഴെ അങ്ങനെ 2-3 ഭാഗത്തായിട്ട് നമ്മൾ ആ 8 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് രൂപത്തിൽ കിട്ടും. അവിടെ നിന്ന് നമുക്ക് താഴേക്കുള്ള ഇറക്കം എടുക്കുക. തുണി പോരാന്നുണ്ടെങ്കിൽ നമുക്കവിടെ പീസ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 37 നമുക്ക് ഇറക്കം കിട്ടിയിട്ടുള്ളത്. മടക്കി വരുമ്പോൾ നമുക്ക് തുണി കറക്റ്റായിട്ട് വരും. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ മാത്രം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. 2 സൈഡ് നമ്മൾ ജോയിൻ്റ് ആക്കി ലൈനിങ് തുണിയും ജോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ലൈനിങ് പീസാണ്. 2 ക്ലോത്തും ഒരേപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നതിന് ശേഷം താഴ്ഭാഗം നമുക്ക് മടക്കി അടിക്കാം. ഓപ്പൺ വെച്ചിട്ട് ഊക്ക് വെക്കേണ്ട കാരണം കൊണ്ട് ഓപ്പണിൻ്റെ ഭാഗവും നമുക്ക് ലൈനിങ് തുണി നല്ല ക്ലോത്തും കൂടി ഒരേപോലെ വെച്ചിട്ട് ഇതുപോലെ മടക്കി അടിച്ചതിൻ്റെ ശേഷം മുകളിലത്തെ ബാൻഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം.